ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്ന് നിങ്ങളെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ആയിരത്തി 1974 മാർച്ച് മാസത്തിൽ SSLC പരീക്ഷ എഴുതി ഈ സ്കൂളിനോട് വിട പറഞ്ഞതിൻ്റെ ഗോൾഡൻ ജൂബിലി നിറവിലായിരിക്കുന്ന നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് വിളിക്കാൻ എനിക്ക് ഇപ്പോൾ മടിക്ക് തോന്നുന്നത്, ഒരു കാലത്ത് നിങ്ങൾ കുട്ടികളായിരുന്നു എങ്കിലും ഇന്ന് ആ സ്ഥിതി മാറിയിട്ട് ഇപ്പോൾ വൃദ്ധന്മാരായിരിക്കുകയാണ്. അറിവ് വൃദ്ധന്മാരും വയോവൃദ്ധന്മാരും ജ്ഞാനവൃദ്ധന്മാരുമായ ശിഷ്യഗണങ്ങളെ, ശിഷ്യന്മാരെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വമായി സംസാരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഹെഡ് മാസ്റ്റർ സജി ജോസഫ്, ഇരിക്കുന്ന സഹപ്രവർത്തകരെ, 50 വർഷം പൂർത്തിയാക്കി SSLC ബാച്ച് കഴിഞ്ഞ് പോയ വിദ്യാർത്ഥികളാണ് ഇവിടെ മുന്നിൽ ഇരിക്കുന്നത്. ആ പൂർവ്വ വിദ്യാർത്ഥികളെ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും സംബോധന ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞിട്ട് 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ഗോൾഡൻ ജൂബിലിയുടെ മംഗളങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഞാനിവിടെ അറിയാണ്ട് അങ്ങ് എഴുന്നേറ്റ് പോയതാണ്, ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടല്ല. എന്നില്ല, 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമാണല്ലോ, അതുകൊണ്ട് 2 വാക്ക് ഞാൻ സംസാരിക്കട്ടെ. ഇത്ര പ്രായമായി നിങ്ങൾക്കെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അന്ന് ആ കൗമാരത്തിലെ ചൂടും ചൊറിയുമൊക്കെയുള്ള ആ കൊച്ചു പിള്ളേർ ഇന്നിതാ ഇതുപോലെ ആയിരിക്കുന്നു. വളർച്ചയുടെ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ വളർച്ചയുടെ ഒരു പോക്ക്. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന വത്സല വിദ്യാർത്ഥികളെന്ന് ഞാൻ സംബോധന ചെയ്യുന്നു. 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ വിദ്യാലയത്തിൽ അധ്യാപകരോട് ഒന്നിച്ചു ചേരാൻ അവസരമുണ്ടാക്കിയ നിങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ശേഷിച്ച ജീവിതം സന്തോഷപൂർണവും ഐരാരോഗ്യപൂർണമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. പുതുവത്സരത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഭാവി ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി തീരട്ടെ. എല്ലാവരെയും കണ്ടിട്ട് ബാച്ചിൽപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നവർ, നിങ്ങൾ ഈ സ്കൂൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം 50 വർഷങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ 50 വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പലർക്കും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ കുറേ പേരുടെയൊക്കെ മുടി നരച്ചു, പിന്നെ ശാരീരികമായിട്ടുള്ള കുറേയധികം വ്യത്യാസം വന്നു. അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വന്നതുകൊണ്ട് എല്ലാവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കുറേയധികം പേരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. സാധാരണ രീതിയിൽ ക്ഷണിക്കുമ്പോൾ ഒരു ടീമാണ് വന്ന് ആദ്യം ഞങ്ങൾ ക്ഷണിക്കാറുള്ളത്. അപ്പോൾ അതുകൂടാതെ രണ്ടാമതൊരു ടീമും കൂടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ക്ഷണിച്ചു. അപ്പോൾ സാധാരണ ഇല്ലാത്തതായ ഒരു പ്രവർത്തിയാണ്. അത്ര ജാഗ്രതയോടുകൂടിയാണ് ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തതെന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ ശിഷ്യരെ, ഏതായാലും ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്.
ഞാൻ 1970 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഏതാണ്ട് 28 വർഷക്കാലം ഞാൻ ഈ സ്കൂളിൽ ഫിസിക്സ് അധ്യാപകനായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ചു. എൻ്റെ കുടുംബസുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം, ഒരു വേദി ഒരുക്കി തന്നതിന് ആദ്യമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. 74 ഞാനിവിടെയും 74-ലാണ് നിങ്ങൾ ഈ പഠിച്ച കുട്ടികളാണ്. 94-ലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ 2024-ലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ 4 വർഷം കൊണ്ടും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയും പ്രത്യേകം ആദരിക്കുകയും ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ വേറെ എനിക്ക് പ്രത്യേകം പറയാനൊന്നും ഇല്ല. 50 വർഷത്തിൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആ ഓർമ്മകൾ ഉണ്ടാക്കാൻ, ആ ഓർമ്മകൾക്ക് വേണ്ടി അതിനുവേണ്ടിയ സാഹചര്യം ഒരുക്കിയ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടുതൽ ഞാൻ തോമസ് PS 35 വർഷമാണ് നമ്മൾ അതിർത്തിയിൽ നമ്മെ കാത്തത്. കേണലായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ കോഴിക്കോട് താമസിക്കുന്നു. വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയത് അദ്ദേഹമാണ്. ഓക്കെ, താങ്ക് യു. വിവിധങ്ങളായിട്ടുള്ള കർമ്മ മേഖലകളിൽ വളരെ സുദീർഘമായിട്ടുള്ള ചരിത്രങ്ങൾ രചിച്ച് മുന്നേറിയുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള 74 ബാച്ചിലെ ജ്യേഷ്ഠ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളൊന്നും കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം നിങ്ങളുടെ ഗോൾഡൻ ജൂബിലിയുടെ ഈ വിദ്യാലയം വിട്ട് പോയതിൻ്റെ 50-ാം വാർഷികത്തിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ, ഒരുമിച്ചിരുന്ന് ആ വിദ്യാലയത്തിലെ ആ ഓർമ്മകൾ പുതുക്കുവാനായിട്ട് ഈ ഇടം കണ്ടെത്തുവാൻ നിങ്ങൾ സന്മനസ് കാണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇവരോട്, ടീച്ചേഴ്സിനോട് ചോദിക്കുകയായിരുന്നു, പഠിച്ച ഇടം തന്നെയാണോ ഹാള് തന്നെയാണോ എന്ന്. വളരെ ഒരു വിഷമത്തോടെ തന്നെ പറയട്ടെ, ഞങ്ങളൊക്കെ പഠിച്ച ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ച് മാത്രമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ കോളേജ് തലത്തിലുണ്ട്. പക്ഷേ സ്കൂൾ തലത്തിലെ ഗെറ്റ് ടുഗദറൊന്നും അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ ബാച്ചിലൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നവരായിരുന്നു. എല്ലാവർക്കും തിരക്കായി പലതവണ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്പസമയം ഒന്ന് പഴയ കളിതമാശകൾ അല്ലെ പഴയ കളിക്കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇവരൊക്കെ എന്നോടൊപ്പം പഠിച്ചവരാണ്, ഇവരൊക്കെ ഇന്ന രീതിയിലാണ് ജീവിക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ നല്ലൊരു അവസരം. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ അധ്യാപകരെ കാണുക എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ബഹുമാന്യരായ ആദരണീയരായ ഗുരുശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, അതിനൊക്കെ അപ്പുറത്ത് ആദരവർപ്പിക്കുന്ന പ്രിയങ്കരനായ ഫാദർ, ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകൾ ആദ്യമേ അർപ്പിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്തയായ ഒരു കവയിത്രിയുണ്ട്, വിജയലക്ഷ്മി പറയുന്നുണ്ട് ഒരു കവിതയിൽ, ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകൂലും ജരാനര ദുഃഖമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓർമ്മകൾക്ക് ചാവില്ല, ജരാനര ദുഃഖങ്ങളില്ല. നമ്മൾ ഭൂരിപക്ഷം ആളുകളും ജരാനരകൾ ബാധിച്ചവരാണ്. പക്ഷേ ഇത് നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടില്ല, ഇത് നമ്മുടെ ശരീരത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്നൊരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഇതുപോലെ ഒത്തുചേരാനുള്ള ഒരവസരം ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. സാധാരണ സംസാരിച്ച് നമ്മൾ ഒരുപാട് കാട് കയറും, നമുക്ക് സമയമില്ല, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെ
പ്രിയങ്കരനായ ബഹുമാന്യനായ ഫാദർ തൽക്കാലം ആ സമയത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ശ്രീ സജി സാർ ഇത് ഉദ്ഘാടനം ചെയ്തത്. ശ്രീ സജി സാറിന് ഉദ്ഘാടനം എന്ന പേരിൽ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാതെ പോയ പിന്നീട് നമുക്ക് ആശംസ അർപ്പിച്ച ആദരണീയനായ ഫാദർ ആൻഡോ ജോൺ, അദ്ദേഹത്തെയും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, സഹപ്രവർത്തകൻ, സഹപാഠിയായ ശ്രീ നാണു, കേവലം ഔപചാരികയുടെ പേരിൽ മാത്രം നന്ദി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയങ്കരായ ഗുരുഭൂതന്മാർ, അവരെല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി അർപ്പിക്കണമെന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഞാൻ അനുഭവിക്കുന്നില്ല. തീർച്ചയായും ഓരോരുത്തരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരോരോരുത്തരും വ്യക്തിപരമായി നന്ദി അർപ്പിച്ചതായി കരുതണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാഗീതം ആലപിച്ച ജോയ്സി, എൻ്റെ സഹപാഠി, അവർക്ക് നന്ദി ആശംസിക്കുന്നു. പിന്നെ ഈ കൂട്ടായ്മ വേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഹപാഠിയും ഈ സ്കൂളിൻ്റെ അധ്യാപകനുമായിരുന്ന നമ്മളെ പ്രിയപ്പെട്ട ജോഷി കട്ടക്കയം. അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നില്ല, കാരണം എൻ്റെ കൂടെ പഠിച്ചതുകൊണ്ട് മാത്രം. ശ്രീ ജോഷി കട്ടക്കയത്തെ ഞാൻ തീർച്ചയായും ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഇരിക്കാൻ ഇതിന് കാരണമായിട്ടുള്ള ഒരാളുണ്ട്. നമ്മൾ ആദരിച്ച നമ്മുടെ പ്രിയങ്കരനായ PS തോമസ്. ശ്രീ തോമസിനെ നമ്മളൊക്കെ കേണലെന്ന് പറയും, കേണലിനെ അതിനപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ്റെ കാർക്കശ്യമില്ലാതെ അതിനപ്പുറത്ത് സൗഹൃദത്തിൻ്റെ തെളിമ നീട്ടിക്ക് എപ്പോഴും തന്നെ അവൈലബിളായ വിളിച്ച് സംസാരിക്കുന്ന ഈ തോമസിനെയും ഞാൻ ഈ വേദിയിൽ ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്.